സംഭവം സൂപ്പർ ഓവർ വരെ കളി എത്തിയിട്ടുണ്ടെങ്കിലും കളി മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിങ്കു സിംഗ് വേഴ്സസ് LSG പോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് ഫീൽഡിങ്ങിലായാണെങ്കിലും ക്യാച്ച് എടുക്കുന്നതിലാണെന്നുണ്ടെങ്കിലും ഇനി അതല്ല ബാറ്റിങ്ങിൽ കൊൽക്കത്തയുടെ നെടുന്തൂണായിട്ട് കളിക്കുന്നതാണെങ്കിലും റിങ്കു സിംഗിനെ മാത്രമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നതെന്നുള്ളത്. അതെ, ആ ഒരു സൂപ്പർ ഓവറിൽ നരയും കാണിച്ചൊരു പ്രകടനം നമ്മൾ എടുത്ത് പറയേണ്ടത് തന്നെയായിരുന്നു. LSGനെ അവിടെ ഒതുക്കി നിർത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ കൂടുതലും LSGയുടെ മണ്ടത്തരങ്ങൾ കൊണ്ടാണ് അവർ തോറ്റിട്ടുണ്ടായിരുന്നത്. അവരെടുത്തിരിക്കുന്ന ഡിസിഷൻസും അതുപോലെ തന്നെ ഇപ്പോൾ ഫീൽഡിങ്ങിലാണെന്നുണ്ടെങ്കിലും കാണിക്കുന്ന മിസ്റ്റേക്കുകളായാലും ക്യാച്ചുകൾ എടുക്കാനായിട്ട് ഫീൽഡേഴ്സ് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കാര്യങ്ങളില്ലാത്തതൊക്കെയാണ് അവർക്ക് ആ ഒരു തോൽക്കാനായിട്ടുള്ള കാരണം. പിന്നെ അതുപോലെ തന്നെ ഒരു കോൺട്രവേഴ്സി ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇന്നിങ്സിലായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്കൃഷ്ണനാണ് തൻ്റെ വിക്കറ്റ് നഷ്ടമായിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു റൺഔട്ട് ഓപ്പർച്യൂണിറ്റിനെ തടയാനായിട്ട് ബോൾ വരുന്നതിൻ്റെ ഡയറക്ഷനിൽ ഓടി എന്നുള്ള കാരണം കൊണ്ട്, അതായത് ആ ഒരു റൺഔട്ട് തടയാനായിട്ട് ശ്രമിച്ചു. അതിനാണ് അങ്കൃഷിൻ്റെ വിക്കറ്റ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു മോശം അമ്പയറിങ് തീരുമാനമായിരുന്നു എന്നുള്ളത് കളി കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സംഭവം കൊൽക്കത്തയ്ക്ക് എത്ര നല്ല സ്റ്റാർട്ടൊന്നുമല്ല കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു കളിയിലും നല്ല രീതിയിലുള്ള സ്റ്റാർട്ടുകളൊന്നും കിട്ടുന്നില്ല. ഈ കളിയിലാണെന്നുണ്ടെങ്കിലും 0 റണ്ണിൽ സൈഫറിൻ്റെ വിക്കറ്റ് പോകുന്നുണ്ട്. അതിനുശേഷം ഉയർത്തിയടിക്കാൻ ശ്രമിച്ചിട്ട് രഹാനയുടെയും വിക്കറ്റ് പെട്ടെന്ന് പോയി. പിന്നീട് ക്രീസിലെത്തിയ കാമറൂൺ ഗ്രീൻ ആണെങ്കിലും അങ്കൃഷ് ആണെങ്കിലും അവരിപ്പോൾ നിലവിലുള്ള ഇൻഫോം ആയിട്ടുള്ള 2 ബാറ്റർമാരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് ഒന്ന് സ്കോർ ബോർഡ് ഉയർത്തി നല്ലൊരു സ്കോർ നേടുന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും കൊൽക്കത്ത ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അവിടെ വെച്ചിട്ടാണ് നിർഭാഗ്യവശാൽ അങ്കൃഷിൻ്റെ ആ വിക്കറ്റ് പോകുന്നുണ്ടത്. അത് വേറെ ഒന്നുമല്ല, അങ്കൃഷായിരുന്നു സ്ട്രൈക്കിലുണ്ടായിരുന്നത്. അദ്ദേഹം ബോൾ മിഡ് വിക്കറ്റ് ഓർ മിഡ് ഓൺ ഭാഗത്തേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷമിയുടെ കയ്യിൽ ബോൾ കിട്ടുന്ന സാഹചര്യത്തിൽ കാമറൂൺ ഗ്രീൻ ആ റണ്ണിന് ഓടണമെന്ന് പറഞ്ഞിട്ട് അങ്കൃഷിനെ തിരിച്ചയക്കായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് പിച്ചിന് നടുക്ക് വരെ അങ്കൃഷ് ഓടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ചോടാനായിട്ട് അദ്ദേഹം ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യണമല്ലോ. നമ്മൾ ഓടുമ്പോൾ ഒന്ന് ലെഫ്റ്റിലേക്ക് അദ്ദേഹം റൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ പിച്ചിൻ്റെ നടുക്കിലൂടെ ആയിരിക്കും ഓടുക. ആ ഒരു ഭാഗത്തേക്ക് അദ്ദേഹം തിരിയുന്നതിന് പകരം പിച്ചിന് പുറത്തേക്കായിരിക്കുമല്ലോ ടെൻഡൻസി ഉണ്ടാവുക. അപ്പം അങ്ങനെ വളഞ്ഞാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ വളയുന്നതിന് മുന്നേ ഷമിയുടെ കയ്യിൽ ബോൾ ഇടുന്ന അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, നേരെ ഓടുകയാണ് ചെയ്തത്. ഷമി എറിഞ്ഞ ബോളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്കൃഷിൻ്റെ കാലും കൊണ്ടുവന്നത് അത് ഒബ്സ്ട്രക്ഷൻ ആയി എന്ന് കണ്ടിട്ടാണ് LSG അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അമ്പയർമാർ ഔട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു തരത്തിലും ഒബ്സ്ട്രക്ഷൻ ആയിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടില്ല. കളി കണ്ടവർക്കാർക്ക് ആയാലും അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഒബ്സ്ട്രക്ഷനൊന്നും അവിടെ അങ്കൃഷ് നടത്തിയിട്ടില്ല. നമുക്കറിയാം ചില പ്ലേയേഴ്സ് മനഃപൂർവ്വം ബോൾ വരുന്ന ലൈനിലേക്ക് ഓടുന്നത്, അത് ബോൾ നോക്കിക്കൊണ്ട് ഓടി വരുന്നത്, അതുപോലെ അല്ലെങ്കിൽ ബാറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടൊക്കെ ബോൾ തടയാനൊക്കെ ആയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പറയാം. ഇത് ഓടിയിട്ട് ഡൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് കാലുമ്മ ബോൾ കൊണ്ടിട്ടുള്ളത്. അതെങ്ങനെയാണ് ഒബ്സ്ട്രക്ഷൻ എന്നുള്ളത് അമ്പയർമാർ തീരുമാനിച്ചത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് അങ്കൃഷും അതുപോലെ തന്നെ കൊൽക്കത്തയുടെ മറ്റ് ടീംമേറ്റ്സുകളും ഡഗ്ഔട്ടിലുള്ള താരങ്ങളെല്ലാം ഇതിനെതിരെ റിയാക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു മത്സരത്തിൽ. ഗ്രീൻ പിന്നീട് കുറച്ചൊന്ന് തകർത്തടിക്കാൻ ശ്രമിച്ചിട്ട് 32 റൺസ് വരെ സ്കോർ ഉയർത്താനായിട്ട് പറ്റി. പക്ഷേ കൊൽക്കത്തയുടെ ആദ്യത്തെ 6 വിക്കറ്റിൽ പോയതിൽ 5 എടുത്തിട്ടുണ്ടായിരുന്നു മോസിംഗാനായിരുന്നു. മോസിംഗാൻ നല്ല നന്നായാണ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 വിക്കറ്റ് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ കൊൽക്കത്ത ബാറ്റർമാർക്ക് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു ആൻസർ ഉണ്ടായിരുന്നില്ല. ബോൾ വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ അടിക്കണമെന്ന് പോലും അറിയാണ്ടാണ് അവർക്ക് 5 വിക്കറ്റോളം അവിടെ നഷ്ടമായത്. അങ്ങനെ 15 ഓവർ കഴിയുന്ന സാഹചര്യത്തിൽ ഏകദേശം 93 റൺസ് മറ്റൊക്കെയാണ് സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നുള്ളൂ കൊൽക്കത്തയ്ക്ക്. പിന്നീട് രമൺദീപിനെ കൂട്ടുപിടിച്ചിട്ട് റിങ്കു സിംഗ് അടിക്കാൻ ശ്രമിച്ചെങ്കിലും രമൺദീപിൻ്റെ വിക്കറ്റും പെട്ടെന്ന് പോയി. പിന്നീട് ക്രീസിലെത്തിയ സുനിൽ നരയനായിരുന്നു. നരയനെ കൂട്ടുപിടിച്ചിട്ട് 8ാമത്തെ വിക്കറ്റിൽ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാനായിട്ട് റിങ്കുവിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അവസാനത്തെ 2 ഓവറുകളിലായിരുന്നു സ്ഥിരം ബൗണ്ടറികൾ കണ്ടെത്തിയിട്ട് സ്കോർ ബോർഡ് നല്ല രീതിയിൽ ആ ഒരു 150ക്ക് അപ്പുറം കടത്താനായിട്ടും റിങ്കുവിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് പന്ത് മോശം തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. ദിഗ്വേഷ് ഷെദിക്കായിരുന്നു ലാസ്റ്റ് ഓവർ എറിയാനായിട്ട് കൊടുത്ത്. ദിഗ്വേഷ് ഷെദിനെ 4 സിക്സറുകളോളം അടിച്ചിട്ട് ആ സ്കോർ ബോർഡ് 150-ന് മേലെ കൊണ്ടുപോകാനും അതൊരു ഭേദപ്പെട്ട സ്കോറായിരുന്നു. നമുക്ക് LSGയുടെ ബാറ്റിങ്ങിന് വെച്ച് നോക്കുമ്പോൾ അതൊരു മാച്ച് വിന്നിങ് സ്കോർ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ അവരൊരു കൺസിസ്റ്റൻസി ഇല്ലാണ്ടാണ് അവർ ബാറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്കോർ അത്രത്തിലേക്ക് എത്തിക്കാനായിട്ട് റിങ്കുവിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ അവർ ഒരു വിക്കറ്റ് പോകുന്നുണ്ട്. ഇപ്രാവശ്യം ആദ്യം മാർഷിൻ്റെ വിക്കറ്റാണ് പോയത്. നല്ലൊരു ക്യാച്ചിലൂടെ റോമാൻ പവല് മാർഷിനെ പുറത്താക്കുന്നതാണ് കണ്ടത്. പക്ഷേ പിന്നീട് മാർക്കറായാലും പന്താണെങ്കിലും വളരെ മെല്ലെ പോക്കിലൂടെയാണ് ആ ഒരു പവർ പ്ലേ തീർത്തത്. പക്ഷേ അത് പിന്നീട് ആ ഒരു റിക്കേർഡ് റൺ റേറ്റ് ഹൈ ആക്കി നിർത്താനും ഇവർക്ക് ശേഷം വന്ന ബാറ്റ്സ്മാൻമാർക്കും എല്ലാവർക്കും ഒരുപാട് റിസ്ക് എടുത്ത് കളിക്കേണ്ട ഒരു അവസരമാണ് ഇവർ ഈ മെല്ലെപ്പോക്ക് കാരണം പിന്നീട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവർക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വിക്കറ്റുകൾ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. സുനിൽ നരയനാണെങ്കിലും വരുൺ ചക്രവർത്തി ആണെങ്കിലും ബാക്കി ബോളർമാരും നല്ല രീതിയിൽ വിക്കറ്റുകൾ എടുത്തു. ലാസ്റ്റ് ഓവറിൽ 17 റൺസ് മാത്രമായിരുന്നു LSGക്ക് ജയിക്കാനായിട്ട് വേണ്ടിയിരുന്നത്. ഹിമ്മത് സിംഗും അതുപോലെ തന്നെ ഷമിയായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. എന്നാൽ ലാസ്റ്റ് ഓവർ എറിയാൻ വന്ന കാർത്തിക് ശർമ്മ ആദ്യ 2 ബോളുകൾ എറിഞ്ഞതും ബീമറുകളും നോ ബോളും ആയിരുന്നു.
എന്നാൽ അതിൽ നിന്ന് ഫ്രീ ഹിറ്റ് കിട്ടിയിട്ടും ഒരുപാട് റൺസ് സ്കോർ ചെയ്യാനായിട്ട് ഹിമ്മത്ത് സിംഗിനും പറ്റിയില്ല. പിന്നീട് അവസാന ബോളിൽ ജയിക്കാനായിട്ട് 7 റൺസ് എന്നുള്ള അവസ്ഥ വരെ എത്തി. അവിടെ നിന്ന് ഷമി ഒരു 6 അടിച്ചിട്ടാണ് കളി സൂപ്പർ ഓവറിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയത്. സൂപ്പർ ഓവറിലേക്ക് വന്നപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് LSG ആയിരുന്നു. പക്ഷേ ബാറ്റ് ചെയ്യാൻ വന്നത് നിക്കോളാസ് പൂരനാണ്. ഈ ഒരു ഫസ്റ്റ് ഇന്നിങ്സിൽ മാത്രമല്ല, ഈ ഒരു സീസണിൽ തന്നെ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ളൊരു പ്രകടനം ബാറ്റ് കൊണ്ട് കാണിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി മിച്ചൽ മാർഷും മാർക്കറും അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇറങ്ങാമായിരുന്നു. കൊൽക്കത്ത വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് സുനിൽ നാരായണാണ് പന്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ബോളിൽ തന്നെ പൂരൻ്റെ വിക്കറ്റ് എടുത്തു. പിന്നീട് വന്ന പന്താണ് ഒരു സിംഗിൾ ഇട്ടു. മാർക്കറാണ് പിന്നെ അടിക്കാനായിട്ട് ശ്രമിച്ചത്. മാർക്കറും സ്ട്രൈറ്റ് ബൗണ്ടറി നേടാനായിട്ട് അടിച്ചു. റഹ്മാൻ പൗൽ കയ്യിൽ കിട്ടിയ ബോൾ ബൗണ്ടറി ടച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇട്ട് കൊടുത്ത് റിങ്കു സിംഗിൻ്റെ കയ്യിലേക്ക് തന്നെയായിരുന്നു. അങ്ങനെ ആകെ ഒരു റണ്ണ് മാത്രമാണ് LSGക്ക് ആ ഒരു സൂപ്പർ ഓവറിൽ നേടാനായത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് റിങ്കു സിംഗും റഹ്മാൻ പൗലും കൂടിയിട്ടായിരുന്നു. ഫസ്റ്റ് ബോളിൽ തന്നെ 4 അടിച്ചുകൊണ്ട് റിങ്കു സിംഗ് കൊൽക്കത്തനെ വിജയത്തിലേക്ക് എത്തിച്ചു. അതാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റിങ്കു സിംഗ് വേഴ്സസ് LSG ആയിരുന്നു ഇന്നത്തെ മത്സരം ഉണ്ടായിരുന്നത്. കൊൽക്കത്തയ്ക്ക് എന്തായാലും ഒരു ലൈഫ് ലൈൻ പോലെയാണ് ഈ ഒരു വിജയം കിട്ടിയിരിക്കുന്നത്. ഇനിയുള്ള മത്സരങ്ങളെല്ലാം ഇതുപോലെ കളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാനായിട്ട് പറ്റില്ല. കുറേ കൂടി ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ആ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വിക്കറ്റ് പോകാതെ കളിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ബാറ്റർമാരെ പിടിച്ച് കളിപ്പിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ളത് തന്നെയാണ്. ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക.